നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്രദമാകുമ്പോഴാണ് കർമ്മം യജ്ഞമായി മാറുന്നത്. അങ്ങനെ യജ്ഞമായി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മളെ ബാധിക്കുകയില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള വ്യക്തികളുമായി ഇടപെടേണ്ടി വരികയും പല രീതിയിലുള്ള കർമ്മം ചെയ്യേണ്ടി വരികയും സ്വാഭാവികമാണ്. അത്തരം സാഹചര്യങ്ങളിൽ മനസ്സിൽ ഉയർന്നു വരുന്ന പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളെയും ചിന്തകളെയും അപ്പോൾ ശുദ്ധീകരിച്ചു പോവാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടാവാനുള്ള കാരണമാകും. പലതരത്തിലുള്ള വ്യക്തികൾ നിറഞ്ഞ ഈ സമൂഹത്തിൽ പ്രശ്നങ്ങളുടെ നടുക്ക് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ കാട്ടിത്തരാനാണ് ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവുമൊക്കെ രചിക്കപ്പെട്ടിരിക്കുന്നത്. ബന്ധങ്ങളെ ഏറ്റവും വൈകാരികമായി നമ്മളോട് അടുപ്പിച്ചു നിർത്തുന്നതിനോടൊപ്പം അവയിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെയും ബഹുമാനത്തെയുമൊക്കെ ഇത്തരം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഏതവസ്ഥയിലും മുന്നോട്ടുള്ള വഴി കാട്ടിത്തരാനായി ഭഗവത്ഗീതയും രാമായണവുമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇവയെല്ലാം ഒരു വഴികാട്ടിയായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ടു പോയി സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാനാണ് ഋഷിമാർ നമ്മളോട് പറയുന്നത്.